ഹായ് ഓൾ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് ആണ്. അപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബ്രേക്ക് ഔട്ട് ട്രേഡുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കാറുള്ളത്. അതായത് ഒരു പാറ്റേൺ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഒരു ട്രെൻഡ് ലൈൻ ഫൈൻഡ് ഔട്ട് ചെയ്യുക, എന്നിട്ട് അതിലൊരു ബ്രേക്ക് ഔട്ട് വരുമ്പം എൻട്രി എടുക്കുക. ആ ഒരു രീതിയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് ആണ് വളരെ കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതിനകത്തുള്ള കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്താണ് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എന്നും ഇത് അറിയാത്ത ബിഗിനേഴ്സിന് ഇത് പഠിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ടോപ്പിക് എടുത്തിരിക്കുന്നത്. ഇതിൽ 3 ടോപ്പിക്കാണ് ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ ഇൻട്രാഡേ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എന്ന് പറയുന്ന ആദ്യത്തെ ടോപ്പിക്കിനെ പറ്റിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം ഈ 3 വീഡിയോയും കൂടെ ഒരു ഇതിൽ പറയുമ്പോഴത്തേനും ലെങ്ത് ഒരുപാട് കൂടും. അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരണമെന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ആദ്യം ഇന്ന് പറയാൻ പോകുന്നത് ഇൻട്രാഡേ ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻട്രാഡേ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡേ ട്രേഡിംഗ്, അതായത് ഇന്ന് നമ്മളിപ്പോൾ സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ ബ്രേക്ക് ഔട്ട് ട്രേഡിങ്ങിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും, അതേപോലെ തന്നെ ഓപ്ഷൻസിൽ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെന്നാണ് നമ്മൾ ഇൻട്രാഡേ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി. അതായത് ചാർട്ട് പാറ്റേൺസിൻ്റെയും അല്ലെങ്കിൽ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെയും ഒന്നും സഹായമില്ലാതെ, ഇൻഡിക്കേറ്ററിൻ്റെ ഒന്നും സഹായമില്ലാതെ നമുക്ക് കോമൺ ആയിട്ട് പ്രീ ബിൽറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രേഡിംഗ് സ്ട്രാറ്റജീസിനെ പറ്റിയാണ് രണ്ടാമത്തെ ടോപ്പിക്ക്. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് BTST ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. BTST ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്, ബൈ ടുഡേ സെൽ ടുമോറോ. അതാണ് ഈ BTST. അതായത് നമ്മൾ ഇന്ന് വാങ്ങുക, നാളെ വിൽക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യുന്നവരാണെങ്കിൽ നമുക്കിന്ന് 9:15-നും 3:15-നും ഇടയിൽ തന്നെ നമ്മുടെ ആ ഒരു ദിവസം ട്രേഡ് നമ്മൾ നിർത്തിയിരിക്കണം. അതായത് നമ്മൾ 9:15-ന് ശേഷം എടുക്കുന്ന ട്രേഡുകൾ 3:15-ന് മുമ്പായിട്ട് നമ്മൾ നഷ്ടത്തിലാണെങ്കിലും ലാഭത്തിലാണെങ്കിലും ഇതിൻ്റെ ഇടയിൽ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ വിറ്റിരിക്കണം, വാങ്ങുന്ന ട്രേഡുകളാണെങ്കിൽ. അതല്ലാതെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഡെലിവറി ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. സ്വിങ്ങിന് വേണ്ടിയിട്ടൊക്കെ സ്വിങ് ട്രേഡ്, ലോങ് ടേം, ഇതൊക്കെ നമ്മൾ ക്യാരി ഫോർവേഡാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള BTST ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് മൂന്നാമത്തെ ടോപ്പിക്ക്. അതുകൊണ്ട് ആദ്യത്തെ ടോപ്പിക്കായ ഇൻട്രാഡേ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ഇതിൽ ഒരു 5 ടോപ്പിക്കാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നതാണ് വാട്ട് ഈസ് ഇൻട്രാഡേ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ്, വാട്ട് ഈസ് IBT. രണ്ടാമത്തേത് ബെനിഫിറ്റ്സ് ഓഫ് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ്. അപ്പോൾ ഈ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അതിൽ രണ്ടാമത്തെ ഇതായിട്ട് നോക്കാം. മൂന്നാമത്തേന്ന് പറയുന്നത് വെൻ ഷുഡ് അവോയ്ഡ് ബ്രേക്ക് ഔട്ട് ട്രേഡ്സ്. ഇപ്പം നമ്മൾ ഏറ്റവും നല്ല ഒരു ട്രേഡ് എവിടെ എടുക്കണം എന്ന് നമുക്കറിയില്ലെങ്കിലും അത് എവിടെ എടുക്കാൻ പാടില്ല എന്ന് നമ്മൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. ഒരു എന്ത് തരം ട്രേഡാണെങ്കിലും എന്ത് തരം സ്ട്രാറ്റജി ആണെങ്കിലും അത് എല്ലാ തവണയും മാർക്കറ്റിൽ അങ്ങനെ അപ്ലൈ ആവില്ല. അങ്ങനെ ആണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ ഈസി ആയില്ലേ, എല്ലാവർക്കും കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു ബിസിനസ്സായി മാറില്ല സ്റ്റോക്ക് മാർക്കറ്റ്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ ആൾക്കാർ ലോസ് ഉണ്ടാക്കുന്നു? അതിൻ്റെ ഇതെന്ന് പറയുന്നത് നമുക്കൊരു നല്ല സ്ട്രാറ്റജി ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവാം, നല്ലൊരു സൈക്കോളജിക്കൽ മൈൻഡ് സെറ്റ് ഉണ്ടാവാം. പക്ഷേ നമുക്ക് എപ്പോഴൊക്കെ ട്രേഡ് എടുക്കണം, എപ്പോഴൊക്കെ ട്രേഡ് എടുക്കരുത്, എപ്പോഴൊക്കെ വാച്ച് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഇതിനകത്തെ പ്രശ്നം. നമുക്ക് ബ്രേക്ക് ഔട്ട് ട്രേഡുകൾ എപ്പോഴൊക്കെ അവോയ്ഡ് ചെയ്യണം എന്ന് നമുക്ക് ഇതിൽ നോക്കാം. നാലാമത്തേന്ന് പറയുന്നത് ഹൗ ടു ഫൈൻഡ് ഹൈ പ്രോബബിലിറ്റി ബ്രേക്ക് ഔട്ട് ട്രേഡ്സ്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇതൊരു സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ ഒരു പ്രോബബിലിറ്റി ഗെയിമാണ്. നമുക്കതിൽ പ്രോബബിലിറ്റീസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ കൺഫേം ആയിട്ട് നമുക്ക് ഒരു കാര്യങ്ങളും പറയാൻ പറ്റില്ല. ഹൈ പ്രോബബിലിറ്റി ട്രേഡ് നമുക്ക് ഉണ്ടായെങ്കിൽ നമുക്ക് അവിടെ കൂടെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ നമ്മൾ എടുക്കുന്ന ഒരു ട്രേഡിൻ്റെ പ്രോബബിലിറ്റി കുറവാണെങ്കിൽ നമ്മൾ നഷ്ടം സഹിക്കാനും തയ്യാറായിരിക്കണം. നമുക്കിതിൽ എങ്ങനെ ഒരു ഹൈ പ്രോബബിലിറ്റി ട്രേഡ് കണ്ടുപിടിക്കാമെന്ന് നാലാമത്തെ പോയിൻ്റായിട്ട് നോക്കാം. അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്, ഹൗ ടു എൻ്റർ എ ബ്രേക്ക് ഔട്ട്. ഒരു ബ്രേക്ക് ഔട്ട് വരുന്നു, അതിൽ എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ആവണം, അത് നമുക്ക് മസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എങ്ങനെ ഒരു ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കാമെന്ന് നമുക്ക് അഞ്ചാമത്തെ പോയിൻ്റായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, വാട്ട് ഈസ് IBT, ഇൻട്രാഡേ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ്. എന്താണ് ഇൻട്രാഡേ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ്? ഇതിൻ്റെ ഒരു തിയറിറ്റിക്കൽ എന്ന് പറയുന്നത് പ്രൈസ് മൂവ്മെൻറ്റ്സ് ക്രോസിങ് എബോവ് ഓർ ബിലോ എനി ലെവൽസ് ഈസ് നോൺ ആസ് ബ്രേക്ക് ഔട്ട്സ്. അതായത് നമുക്കിപ്പോൾ ഒരു സപ്പോർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ആ ഒരു ലൈനെ മാർക്കറ്റ് മേളിലേക്കോ താഴേക്കോ ക്രോസ് ചെയ്യുന്നതിൻ്റെ പേരാണ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. ബ്രേക്ക് ഔട്ട് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എത്ര തരം ബ്രേക്ക് ഔട്ടുകൾ ഉണ്ടെന്ന് നോക്കാം. പ്രീവിയസ് ക്യാൻഡിൽ ഹൈ ലോ ബ്രേക്ക് ഔട്ട്. അതായത് ഇപ്പം ഇവിടെ നോക്കിയാൽ ഇതൊരു പ്രീവിയസ് ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോയും ഹൈയും ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ലോയോ ഹൈയോ മേളിലേക്ക് അടുത്ത ഒരു ക്യാൻഡിലിൻ്റെ പ്രൈസ് കൊണ്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഈ ക്യാൻഡിലിൻ്റെ ഹൈനെയോ ലോയിനെയോ ബ്രേക്ക് ചെയ്താൽ അതിനെ നമ്മൾ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് എന്ന് പറയും. അതുപോലെ അടുത്തത് ലാസ്റ്റ് സ്വിങ് ഹൈ ഓർ ലോ ബ്രേക്ക് ഔട്ട്സ്. അതായത് ഇപ്പം ഇതൊരു സ്വിങ്, അതായത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഇവിടെ ഒരു സ്വിങ്,
തിരിച്ച് താഴോട്ട് ലോ, വീണ്ടും ഒരു ഹൈ, വീണ്ടും ഒരു ലോ, വീണ്ടും ഒരു ഹൈ, വീണ്ടും ഒരു ലോ, വീണ്ടും ഒരു ഹൈ, വീണ്ടും ഒരു ലോ. സോ ഇതിൽ സ്വിങ് എന്ന് പറയുന്നത് ഈ ഹൈ പോയിന്റുകളും ഈ ലോ പോയിന്റുകളുമാണ് സ്വിങ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഇവിടം തൊട്ട് ഇവിടെ വരെ പ്രൈസ് മൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സ്വിങ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് സ്വിങ് ലോ, ഇതാണ് സ്വിങ് ഹൈ. അപ്പോൾ അതാണ് നമ്മൾ സ്വിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പം എക്സാമ്പിളിന് ഇവിടെ നിന്ന് ഇവിടെ വരെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് എങ്കിൽ ഇതിൻ്റെ സ്വിങ് ഹൈയും സ്വിങ് ലോയും ഏതാണ്? ഇവിടെയാണ് സ്വിങ് ലോ, ഇവിടെയാണ് സ്വിങ് ഹൈ. സോ ഇതിനെ ഈ ഒരു സ്വിങ് ലോയെ താഴേക്കൊരു മൂവ്മെൻറ്റ് വന്നാൽ, അല്ലെങ്കിൽ താഴേക്കൊരു ക്യാൻഡിൽ വന്നാൽ നമ്മളതിനെ സ്വിങ് ബ്രേക്ക് ഔട്ട് എന്ന് പറയും. ഇപ്പോൾ ഈ ഭാഗത്താണെങ്കിൽ മേളിലേക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്, ഒരു ക്യാൻഡിൽ ഇതിൻ്റെ മേളിൽ പോയി ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇതിനെ പറയുന്ന പേരാണ് സ്വിങ് ബ്രേക്ക് ഔട്ട്. അതേപോലെ തന്നെ അടുത്തത് മേജർ സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട്. അതായത് നമ്മളിവിടെ ഇപ്പം സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് നമ്മൾ മേജറായിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എങ്ങനെ വരയ്ക്കാമെന്ന് കണ്ടുപിടിച്ചു. സോ അങ്ങനെ നമ്മളൊരു സപ്പോർട്ടും റെസിസ്റ്റൻസും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ എത്തിയിട്ട് മാർക്കറ്റ് ഇവിടെ ഒന്നും ബ്രേക്ക് ഔട്ട് നടന്നിട്ടില്ല. അതിനുശേഷം ഇവിടെ മാർക്കറ്റ് ഇതിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, മേളിലേക്ക് ഒരു ക്ലോസ് വന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ പറയാൻ പറ്റും ഈ സപ്പോർട്ട് റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തു എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പോൾ അതാണ് മൂന്നാമത്തെ ടൈപ്പ് ബ്രേക്ക് ഔട്ട്. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ മൂവിങ് ആവറേജ് ബ്രേക്ക് ഔട്ട്. അപ്പം മൂവിങ് ആവറേജിനെ പറ്റി ശരിക്കും പറഞ്ഞാൽ ഞാനിതിൽ ടോപ്പിക്കിൽ പറയുന്നില്ല. നിങ്ങൾക്ക് അറിയണമെന്നുള്ളവർക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം. കാര്യം ഞാൻ മൂവിങ് ആവറേജ് യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ എന്നാലും എനിക്കതിൽ വലിയ താല്പര്യമില്ല അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാനായിട്ട്. സോ ഞാനത് പറയുന്നില്ല. പകരം നമുക്ക് ട്രെൻഡ് ലൈൻ നോക്കാം. ഇപ്പം ഇതാണ് ഒരു ട്രെൻഡ് ലൈൻ. അതായത് ഈ ഒരു ഹൈസ് ഉണ്ടല്ലോ, ഈ ഹൈസിനെ കണക്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ഓൾറെഡി ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കാണുക, നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടില്ല, ഇവിടെയും വന്നിട്ടില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, മേളിലേക്ക് പോയിട്ട് പ്രൈസ് ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. സോ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? ഇതാണ് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അവസാനത്തേന്ന് പറയുന്നത് ചാർട്ട് പാറ്റേൺസ് ബ്രേക്ക് ഔട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ചാർട്ട് പാറ്റേൺസിൻ്റെ പറ്റി ഒരു വീഡിയോ ആണ് കഴിഞ്ഞ് ചെയ്തത്. സോ അതിനകത്ത് ഞാൻ ഒരുപാട് ചാർട്ട് പാറ്റേൺസ് ഏതൊക്കെയുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ട് പാറ്റേൺസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ ഉണ്ടാകുന്ന ബ്രേക്ക് ഔട്ടുകളാണ് നമുക്ക് ചാർട്ട് പാറ്റേൺസ് ബ്രേക്ക് ഔട്ട് എന്ന് പറയാൻ പറ്റുന്നത്. സോ ഇതൊരു പാറ്റേൺ ആണ്. ഇത് ഏത് പാറ്റേൺ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായവരൊക്കെ, മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കാണുക, അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്ത് തരം പാറ്റേൺ ആണ്. സോ ഈ പാറ്റേണിനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റിന് സംഭവിച്ചു നല്ല രീതിക്ക് മേളിലേക്ക് പോയിട്ടുണ്ട്. സോ ഇതിനെ നമുക്ക് പറയാം ചാർട്ട് പാറ്റേൺ ബ്രേക്ക് ഔട്ട് എന്ന്. സോ എന്താണ് ബ്രേക്ക് ഔട്ട് അതെല്ലാം നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം ബെനിഫിറ്റ്സ് ഓഫ് IBT. അപ്പം ഈ ഒരു ബ്രേക്ക് ഔട്ട് നമ്മൾ എന്തിനു ഉപയോഗിക്കണം? ഇത് ഉപയോഗിച്ചാൽ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അത് നമുക്കിവിടെ നോക്കാം. മൊമെൻറ്റം ഫേവേഴ്സ് യു. ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. മൊമെൻറ്റം ഫേവേഴ്സ് യു. എന്താണ് മൊമെൻറ്റം? അതായത് മൊമെൻറ്റം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇങ്ങനെ ഒരു റേഞ്ചിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഒരു മൊമെൻറ്റം ഇല്ല. കാര്യം ഇത് മേളിലേക്കും പോകുന്നില്ല, ഒരുപാട് താഴേക്കും പോകുന്നില്ല, ഒരു റേഞ്ചിനുള്ളിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി. സോ ആ ഒരു ബ്രേക്ക് ഔട്ടിൽ അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ചാർട്ട് പാറ്റേൺ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നമുക്കിതിനെ പറയാം. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം മാർക്കറ്റിനെ സംബന്ധിച്ച് സ്റ്റഡി ആയിട്ട് മേളിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ മൊമെൻറ്റം എന്ന് പറയുന്നത്. മൊമെൻറ്റം ഇല്ലാത്തൊരു സമയത്താണെങ്കിൽ മാർക്കറ്റ് ഇതുപോലെ കൺസോൾട്ടേഷൻ നടക്കും. അപ്പം മൊമെൻറ്റം ഉണ്ടാകുന്ന എപ്പോഴും ബ്രേക്ക് ഔട്ടുകളിലാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് വളരെ ഫേവറാണ്. കാര്യം നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു എൻട്രി എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ മാർക്കറ്റ് ഇത് ഇങ്ങനെയൊക്കെ പോകുകയെന്ന് പറയുമ്പോൾ നമുക്ക് സൈക്കോളജിക്കലി ആയാലും നമുക്ക് വളരെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മാർക്കറ്റ് താഴേക്കും വരുന്നില്ല, മേളിലേക്കും വരുന്നില്ല. സോ നമ്മൾ പലതരം റോങ് ഡിസിഷൻസ് അവിടെ എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് സ്റ്റഡി ആയിട്ട് മേളിലേക്ക് പോകുമ്പോൾ നമുക്ക് കോൺഫിഡൻസും അവിടെ ബിൽഡ് ആവുന്നുണ്ട്. സോ അതിനെയാണ് നമുക്ക് മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പം ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് അലൗസ് യു ടു എൻ്റർ എ ട്രേഡ് വിത്ത് മൊമെൻറ്റം അറ്റ് യുവർ ബാക്ക്. സോ നമ്മളൊരു ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ബാക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് മൊമെൻറ്റം ഉണ്ട്. അതായത് മാർക്കറ്റ് മേളിലേക്ക് പോവുകയാണ്. സോ അത് നമുക്കൊരു സപ്പോർട്ടായിട്ട് എപ്പോഴും ആക്ട് ചെയ്യുന്നുണ്ട്. സോ മൊമെൻറ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ക്യാച്ച് ബിഗ് മൂവ്സ്. അപ്പം ഇഫ് യു ട്രേഡ് ഓൺലി പുൾ ബാക്സ് സംടൈംസ് ഇറ്റ് മേ നെവർ ഹാപ്പൻ, ബട്ട് വിത്ത് ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് യു നെവർ ഹാവ് ടു വറി അബൌട്ട് മിസ്സിങ് ആൻഡ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി. അതായത് ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക പുൾ ബാക്ക് ട്രേഡ് എടുക്കുകയെന്ന് വെച്ചു. നമ്മളിപ്പോൾ നോക്കാം, നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് ഇവിടേക്ക് ഒരു ബ്രേക്ക് ഔട്ട് തന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ഇനി റെസിസ്റ്റൻസായിട്ട് ആക്റ്റീവ് ചെയ്യുമെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് പുൾ ബാക്ക് വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തെങ്കിൽ അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് താഴേക്ക് വരുന്നു, തിരിച്ച് വീണ്ടും മേളിലേക്ക് നമ്മുടെ എൻട്രി പ്രൈസിലേക്ക് വരുന്നു, വീണ്ടും താഴേക്ക് വരുന്നു, വീണ്ടും നമ്മുടെ എൻട്രി പ്രൈസിലേക്ക് വരുന്നു, താഴേക്ക് വരുന്നു, വീണ്ടും നമ്മുടെ എൻട്രി പ്രൈസിലേക്ക് വരുന്നു. സോ അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ലോസ്റ്റ് ആവണം. അപ്പോൾ ഇതാണ് ഈ പുൾ ബാക്ക് ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇത് നമ്മളെ സൈക്കോളജിക്കലി ഒരു ട്രേഡിനെ നല്ല രീതിക്ക് ബാധിക്കും. പക്ഷേ നമ്മൾ ആ സമയത്ത്
ഈ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടുപിടിച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ പുൾ ബാക്ക് അല്ലാതെ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഈ ഒരു സ്റ്റഡി മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. അല്ല, നമുക്കിപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്നൊരു ട്രേഡ് ആണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു സ്റ്റഡി മൂവ്മെൻറ്റ് കിട്ടുകയും ചെയ്യും. അത് നമുക്ക് വലിയൊരു മൂവ്മെൻറ്റ് നമുക്ക് പിടിക്കാനും സാധിക്കും. ഇവിടുന്ന് നമ്മൾ പുൾ ബാക്കിൽ എടുത്തപ്പോൾ എന്ത് സംഭവിച്ചത്, ഇവിടുന്ന് ചെറിയൊരു ഇതേ വന്നിട്ടുള്ളൂ, മൂവ്മെൻറ്റേ വന്നിട്ടുള്ളൂ. പക്ഷേ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിക്ക് മേളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാണ് നമുക്ക് ബെനിഫിറ്റ്സ് ഓഫ് IBTയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻറ്റ്, വെൻ ഷുഡ് അവോയ്ഡ് ബ്രേക്ക് ഔട്ട് ട്രേഡ്. സോ നമ്മൾ എൻട്രി എവിടെ എടുക്കണമെന്ന് അറിയത്തില്ലെങ്കിലും നമ്മൾ എവിടെ എൻട്രി എടുക്കാൻ പാടില്ല എന്ന് നമ്മൾ അറിയണം. അപ്പോൾ എവിടെയൊക്കെ ബ്രേക്ക് ഔട്ട് വന്നാൽ നമ്മളതൊക്കെ അവോയ്ഡ് ചെയ്യണം എന്ന് നമുക്ക് ഇതിലൂടെ നോക്കാം. ആദ്യത്തെ പോയിന്റ്, ഡോണ്ട് ട്രേഡ് ബ്രേക്ക് ഔട്ട്സ് വെൻ പ്രൈസ് ക്ലോസ് ഫാർ ഫ്രം സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് ആൻഡ് ഇഫ് there are obstacles overhead or underfoot that could possibly obstruct the momentum. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കിവിടെ ഒരു സപ്പോർട്ടും ഒരു റെസിസ്റ്റൻസും ഉണ്ട്. മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് നടത്തിയിട്ട് ഇവിടുന്ന് മേളിലേക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് ബ്രേക്ക് ഔട്ട് വന്നു. ഈ ബ്രേക്ക് ഔട്ട് വന്നിട്ട് ഈ ക്യാൻഡിൽ ക്ലോസ് ആകുന്നത് മേളിൽ നമുക്ക് ഓൾറെഡി നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ തൊട്ടടുത്താണ് ഈ മാർക്കറ്റ് വന്ന് ക്ലോസ് ആയെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടേണ്ടത് ഈ ലെവലിലായിരുന്നു. പക്ഷേ മാർക്കറ്റ് എവിടെയാണ് ക്ലോസ് ചെയ്തത് ഇതിൽ നിന്ന് ഒരുപാട് ദൂരെ പോയാണ് ക്ലോസ് ചെയ്തത്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഈ ട്രേഡ് മാക്സിമം ഈ ബ്രേക്ക് ഔട്ട് ട്രേഡ് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതായത് രണ്ട് ക്ലോസ് ഉണ്ട് ഇതിനകത്ത്. ഒന്ന്, ഇഫ് പ്രൈസ് ക്ലോസ് ഫാർ ഫ്രം സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ്, അതായത് പ്രൈസ് നമ്മുടെ സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ റെസിസ്റ്റൻസിൻ്റെ ഒരുപാട് മേളിൽ പോയിട്ടാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ആ ട്രേഡ് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇഫ് ദെയർ ആർ ഒബ്സ്റ്റക്കിൾസ് ഓവർഹെഡ് ഓർ അണ്ടർഫുട്ട് ദാറ്റ് കുഡ് പോസിബിളി ഒബ്സ്ട്രക്ട് ദ മൊമെൻറ്റം. അതായത് നമുക്കിപ്പം ഒരു റെസിസ്റ്റൻസ് 1 നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ റെസിസ്റ്റൻസ് 2 ഇവിടെ ഉണ്ട്. അപ്പം ഇത് ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു രണ്ടാമത്തെ റെസിസ്റ്റൻസിൻ്റെ നിയർ ആണെങ്കിൽ നമ്മൾ ആ ബ്രേക്ക് ഔട്ട് ഒഴിവാക്കുക. അല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഈ ഒരു പ്രൊജക്ടറി വേണമെങ്കിൽ സംഭവിക്കാം. അതായത് ഇവിടെ ക്ലോസ് ചെയ്യുന്ന മാർക്കറ്റ് നേരെ പോയിട്ട് വീണ്ടും ഇവിടുന്ന് ഒരു ചെറിയ മൂവ്മെൻറ്റ് മേളിലേക്ക് നടത്തി ഈ റെസിസ്റ്റൻസ് 2-ൽ നിന്നും സെല്ലിംഗ് പ്രഷർ കാരണം താഴേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നമുക്കവിടെ എന്ത് സംഭവിക്കും, നമുക്കവിടെ ഒരു SL കിട്ടും, നമുക്ക് ലോസ് വാങ്ങേണ്ടി വരും. കാര്യം എന്തുകൊണ്ടാണ്, നമ്മൾ ഇപ്പോൾ ഈ റെസിസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്നും ഇതിനകത്ത് വേറൊരു പോയിൻ്റ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഇത് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെ രണ്ടാമത്തെ നോക്കാം, ഡോണ്ട് ട്രേഡ് ബ്രേക്ക് ഔട്ട്സ് വിത്തൗട്ട് ടൈറ്റ് ട്രേഡിംഗ് റേഞ്ച്. അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ എന്ന് പറയും ബിഫോർ ദ ബ്രേക്ക് ഔട്ട്. സോ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത് ഇതിനെയാണ് നമുക്കിപ്പോൾ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്യുന്നുണ്ട്, അതേപോലെ ഇവിടെ ഒരു ടൈറ്റ് റേഞ്ചിൽ കൺസോൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ലൈവ് എക്സാമ്പിൾ. ലൈവ് മാർക്കറ്റിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസിനും സപ്പോർട്ടിനും ഇടയിൽ കിടന്ന് ട്രേഡ് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ട് ഇങ്ങനൊരു ടൈറ്റ് റേഞ്ച് തന്നിട്ട് അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ പോസിബിലിറ്റി നല്ല കൂടുതലാണ് മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോകാനായിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഡയറക്റ്റ് ഇവിടുന്ന് നേരെ വന്ന് മാർക്കറ്റ് ബ്രേക്കൗട്ടാണ് നടത്തുന്നതെങ്കിൽ നമ്മൾ അവിടെ കോഷ്യസ് ആയിരിക്കുക. നമ്മൾ ട്രേഡ് എടുക്കാൻ പാടില്ലെന്നല്ല, പക്ഷേ നമ്മൾ അവിടെ കോഷ്യസ് ആയിരിക്കണം. ഇതുപോലൊരു ടൈറ്റ് റേഞ്ച് ഉണ്ടെങ്കിൽ മാർക്കറ്റ് നല്ലൊരു ബ്രേക്കൗട്ട് അപ്സൈഡിലേക്ക് തരാനും മൊമെൻറ്റം അവിടെ ഉണ്ടാവാനുമുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ ഈ ഒരു ടൈറ്റ് റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബ്രേക്കൗട്ട് ട്രേഡ് നോക്കുന്ന സമയത്ത്. അപ്പോൾ അടുത്ത പോയിന്റ്, ബി കോഷ്യസ് വെൻ ബ്രേക്കൗട്ട്സ് എഗനിസ്റ്റ് ട്രെൻഡ്. സോ അത് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ തന്നെ മാർക്കറ്റ് മേളിൽ നിന്നും താഴേക്ക് ബിയറിഷ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബിയറിഷ് മാർക്കറ്റ് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ടൈറ്റ് റേഞ്ചിനുള്ളിൽ ചെന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബ്രേക്കൗട്ട് മേളിലേക്ക് നടത്തിയെങ്കിൽ നമ്മൾ അവിടെ വളരെ ശ്രദ്ധിക്കണം. കാര്യം നമ്മളിപ്പോൾ ചെയ്യുന്നത് ട്രെൻഡിന് അഗനിസ്റ്റാണ്. അപ്പോൾ ഇവിടെ ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. പക്ഷേ അതുകൊണ്ട് ഞാനിവിടെ ട്രേഡ് എടുക്കണ്ട എന്ന് അല്ല പറയുന്നത്. ബി കോഷ്യസ്, നമ്മൾ അലേർട്ടായിട്ടിരിക്കണം. കാര്യം നമ്മൾ ബ്രേക്കൗട്ട് ട്രെൻഡിന് ഓപ്പോസിറ്റാണ് നോക്കുന്നത്. സോ നമ്മളവിടെ അലേർട്ടായിരിക്കണം. പക്ഷേ ഈ ഒരു ഇത് തന്നെ നമുക്കിപ്പം മാർക്കറ്റ് ഇവിടുന്ന് നേരെ താഴേക്ക് വന്നിട്ട് ഈ സപ്പോർട്ടിനെയാണ് താഴേക്ക് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് ആ ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാം. കാര്യം എന്താണ്, നമ്മളിപ്പോൾ ട്രെൻഡിൻ്റെ കൂടെയാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ട്രെൻഡ് എന്താണ്, ട്രെൻഡ് നെഗറ്റീവാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ഡൗൺ വരുന്ന സമയത്ത് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ട്രേഡ് എടുക്കാൻ ശ്രമിക്കണം. എപ്പോഴും മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു അപ് ട്രെൻഡ് മാർക്കറ്റിൽ മാർക്കറ്റ് റെസിസ്റ്റൻസിനെ റെസ്പെക്റ്റ് ചെയ്യുകയും സപ്പോർട്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും ശ്രമിക്കും എപ്പോഴും. അതേപോലെ ഒരു ഡൗൺ ട്രെൻഡ് മാർക്കറ്റ് ആണെങ്കിൽ
അല്ല ഒരു അപ് ട്രെൻഡ് മാർക്കറ്റ് ആണെങ്കിൽ അത് സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യുകയും റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാനുമായിരിക്കും ശ്രമിക്കുക. അപ്പോൾ ഈ ട്രെൻഡിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ വളരെ വലുതാണ്. സോ അടുത്ത ടോപ്പിക് നമുക്ക് നോക്കാം, ഹൗ ടു ഫൈൻഡ് ഹൈ പ്രോബബിലിറ്റി ബ്രേക്ക് ഔട്ട് ട്രേഡ്സ്. സോ നമുക്കിനി ഹൈ പ്രോബബിലിറ്റി കൂടിയ ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കാം. സോ ഇത് പ്യൂർലി എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമാണ്. ബേസ്ഡ് ഓൺ മൈ എക്സ്പീരിയൻസ് ദീസ് ആർ ദ ബെസ്റ്റ് ടൈം ടു ട്രേഡ് ബ്രേക്ക് ഔട്ട്സ്. സോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതെന്ന് പറയുന്നത് വെൻ ദ മാർക്കറ്റ് ഈസ് ട്രെൻഡിങ് സ്ട്രോങ്ലി. അതായത് മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ, മാർക്കറ്റ് നല്ല രീതിക്ക് ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ടുകൾ നമുക്ക് നല്ലൊരു പ്രോബബിലിറ്റിയാണ് അവിടെ തരുന്നത് ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യാനായിട്ട്. അതായത് ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്തായിരുന്നു, മാർക്കറ്റ് ബുള്ളിഷ് മാർക്കറ്റ് വന്നിട്ട് നമുക്ക് ഇവിടെ റെസിസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്തു, ഇവിടെ റെസിസ്റ്റൻസിൽ ഒരു ബ്രേക്ക് ഔട്ട് ഇട്ടിട്ടുണ്ട്, അവിടെ നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാം. അടുത്ത് വീണ്ടും മാർക്കറ്റ് ഈ റെസിസ്റ്റൻസിനെ എന്ത് ചെയ്തു, നല്ല രീതിക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തു. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു, അപ്പ് സൈഡിലേക്ക് പോകുന്നു. സോ ട്രെൻഡിങ് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണെങ്കിൽ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ആക്യുറസിയിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഇതേപോലെ തന്നെ ഇതൊരു ബിയറിഷ് മാർക്കറ്റ് ആണെങ്കിൽ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്കൊരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യാം, അതിൽ പ്രോബബിലിറ്റി കൂടുതലാണ്. പക്ഷേ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആണെങ്കിൽ മാർക്കറ്റ് ചിലപ്പം ഫേക്ക് ബ്രേക്ക് ഔട്ടുകൾ തരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. സോ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, നമുക്ക് മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ഉണ്ടെങ്കിൽ അത് ഡൗൺ ട്രെൻഡ് ആണോ അപ്പ് ട്രെൻഡ് ആണോ, എന്ത് ട്രെൻഡാണെന്ന് കണ്ടുപിടിക്കാനുള്ള നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അറിയാത്തവർക്ക് മുമ്പ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ട്രെൻഡ് കണ്ടുപിടിക്കാനുള്ള വഴി. സോ അത് വെച്ചിട്ട് നമ്മൾ ട്രെൻഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് മാത്രം നമ്മൾ ബ്രേക്ക് ഔട്ട് ട്രേഡിന് വേണ്ടി നിൽക്കുക. രണ്ടാമത്തേന്ന് പറയുന്നത് ഹയർ ദ ടൈം ഫ്രെയിം ഹയർ ദ ആക്യുറസി. സോ നമ്മളിപ്പം ഡേ ട്രേഡ് ചെയ്യും, ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ മാക്സിമം എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് 5 മിനിറ്റ് ആണ്. അപ്പോൾ 5 മിനിറ്റ് മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ ഇതിനകത്ത് ഒരു തിയറി അല്ലെങ്കിൽ ഒരു റൂൾ എന്ന് പറയുന്നത് തന്നെ ടൈം ഫ്രെയിം കൂടുന്നതനുസരിച്ച് നമ്മുടെ ആക്യുറസിയും കൂടും. സോ നമുക്ക് എന്താണ്, ആക്യുറസി ആണോ വേണ്ടത് എങ്കിൽ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലേക്ക് നോക്കുക, ബ്രേക്ക് ഔട്ടുകൾ ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് നമുക്ക് നോക്കാം, വെൻ ദെയർ ഈസ് ഇനഫ് സ്പേസ് പ്രൈസ് ഹാവ് ടു മൂവ്. അപ്പം പ്രൈസ് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ഒരു ബ്രേക്ക് ഔട്ട് വിജയിക്കുകയുള്ളൂ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കിട്ടിയിട്ടുണ്ട്, അതേപോലെ നമുക്ക് മേളിൽ റെസിസ്റ്റൻസും കിട്ടിയിട്ടുണ്ട്. സോ പ്രൈസ് എന്ത് ചെയ്തു, ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഇതൊക്കെ ഫ്യൂച്ചറിൽ വരാനിരിക്കുന്നേ ഉള്ളൂ, ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ഓൾറെഡി ഒരു റെസിസ്റ്റൻസും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റിൽ പ്രൈസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം മൂവ് ചെയ്യണമെങ്കിൽ ഈ ഒരു അടുത്ത ബ്രേക്ക് ഔട്ട് സംഭവിക്കണം. അപ്പോൾ ഈ അടുത്ത ബ്രേക്ക് ഔട്ട് സംഭവിച്ചാൽ മാത്രമേ മാർക്കറ്റിന് ഇനി ഫർദർ അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ഒരു പ്രൈസിന് ഇവിടെ വരെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ഈ ഒരു എൻട്രി എടുക്കാം, പക്ഷേ നിങ്ങളുടെ ടാർഗറ്റ് ഇവിടെ ആയിരിക്കണം. അല്ലാതെ ഇവിടെ വെച്ചിട്ട് മാർക്കറ്റ് ഇതും ബ്രേക്ക് ചെയ്ത് മേളിലേക്ക് പോകും എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാൻ പറ്റും. മാർക്കറ്റ് എന്ത് സംഭവിക്കുന്നു, നേരെ അവിടെ വരെ പോയി അവിടുന്ന് സെല്ലിംഗ് പ്രഷർ എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് താഴേക്ക് വന്നു. ഇവിടെ ടാർഗറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ, ചെറിയൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടാം. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ടാവും. കാര്യം ഈ ഒരു സ്വിങ് ലോ ഉണ്ടല്ലോ, ഇവിടെ ആയിരിക്കും നമ്മുടെ SL വരുന്നത്. ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഈ സ്വിങ്ങിൻ്റെ താഴെയായിരിക്കും നമ്മൾ SL പ്ലേസ് ചെയ്യുക. സോ ഈ അവിടെ വന്നിട്ട് മാർക്കറ്റ് നമ്മുടെ SL എടുത്തിട്ടാണ് തിരിച്ച് വീണ്ടും മേളിലേക്ക് കയറിപ്പോയത്. സോ പ്രൈസിന് എപ്പോഴും മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടോ നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളവിടെ ഒരു ട്രേഡ് എടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പോയിൻറ്റ്സിന് സ്കാൽപ്പിംഗ് പോലത്തെ ട്രേഡുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് മാറാവുന്നതാണ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കാര്യം. അടുത്തത്, വെൻ ദെയർ ആർ ഹയർ ലോസ് ഇൻ ടു റെസിസ്റ്റൻസ് ഓർ ലോവർ ഹൈസ് ഇൻ ടു സപ്പോർട്ട്. സോ അത് നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നമുക്കിപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടുന്ന് ഇങ്ങനെ മേളിലേക്ക് വന്നു, ഇവിടെ ഒരു ഹൈ ഉണ്ടാക്കി, അതിനുശേഷം താഴേക്ക് വന്നു, ഒരു ഹയർ ലോ ഉണ്ടാക്കി, മേളിലേക്ക് വരുന്നു, താഴേക്ക് വരുന്നു, വീണ്ടും ഒരു ഹയർ ലോ. ഈ ഒരു ലോയേക്കാളും വലിയ ലോ ആണല്ലോ ഇവിടെ ഉണ്ടായത്, അപ്പോൾ ഇതൊരു ഹയർ ലോ ആണ്. തിരിച്ച് വീണ്ടും റെസിസ്റ്റൻസിലെത്തി, തിരിച്ചും ഈ ഹയർ ലോയേക്കാളും വലിയ ലോ ഇവിടെ ഉണ്ടാക്കിയപ്പോൾ ഇതൊരു ഹയർ ലോ ആയി. സോ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നത്, ഹയർ ലോ. അപ്പോൾ ഇങ്ങനൊരു ഒരു പ്രൈസ് ആക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കുകയാണെങ്കിൽ ഈ റെസിസ്റ്റൻസിലും മാർക്കറ്റിലൊരു ബ്രേക്ക് ഔട്ട് തന്നാൽ നമുക്കവിടെ കുറച്ചുകൂടെ പ്രോബബിലിറ്റിയിൽ നമുക്കൊരു ട്രേഡ് അവിടെ ഇനിഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് അനുമാനിക്കാൻ സാധിക്കും മാർക്കറ്റ് ഇനിയും അപ്സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതാണ് ഈ തിയററ്റിക്കൽ എഴുതി വെച്ചിരിക്കുന്നത്, വെൻ ദെയർ ആർ ഹയർ ലോസ് ഇൻ ടു റെസിസ്റ്റൻസ്. സോ ഹയർ ലോസ് റെസിസ്റ്റൻസിലേക്ക് വരുമ്പോൾ ഹയർ ലോസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് തന്നെ ഊഹിക്കാൻ പറ്റും മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് വരും, ആ ബ്രേക്ക് ഔട്ട് സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൻ്റെ തന്നെ രണ്ടാമത്തെ പോയിന്റ് നോക്കാം,
ലോവർ ഹൈസ് ഇൻറ്റു സപ്പോർട്ട്. സോ മാർക്കറ്റ് ബിയറിഷ് മാർക്കറ്റ് വരികയാണ്, താഴേക്ക് വരികയാണ് മാർക്കറ്റ്. താഴേക്ക് വന്നു, ഇവിടെ സപ്പോർട്ട് എടുത്തു, ഒരു ലോവർ ഹൈ ഉണ്ടാക്കി, വീണ്ടും സപ്പോർട്ട് എടുത്തു, ഇതിനേക്കാളും ഒരു ചെറിയ ഹൈ ഉണ്ടാക്കി. അപ്പോൾ ഇതൊരു ലോവർ ഹൈ ആയി. വീണ്ടും സപ്പോർട്ട് എടുത്തു, ഈ ഉണ്ടായ ലോവർ ഹൈയേക്കാളും ചെറിയ ലോവർ ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. സോ ഇത് വരികയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മാർക്കറ്റ് ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് താഴേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നും നമുക്ക് ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ഒരു എൻട്രി ഇവിടെ നല്ലൊരു പ്രോബബിലിറ്റിയോടുകൂടി നമുക്കൊരു ട്രേഡ് അവിടെ ഇനിഷ്യേറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഇതിൽ മനസ്സിലാക്കാം. സോ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം, ഹൗ ടു എൻ്റർ ബ്രേക്ക് ഔട്ട്സ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു പാറ്റേൺ ഉണ്ട്, ട്രേഡിംഗ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്, നമ്മളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എങ്ങനെ ഒരു ട്രേഡിലേക്ക് എൻ്റർ ആവാമെന്ന് നോക്കാം. അതാണല്ലോ വളരെ ഇമ്പോർട്ടൻറ്റ്. സോ അതിലൊരു 4 പോയിൻ്റ് ഇവിടെ ഉണ്ട്. നിങ്ങൾ ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ എപ്പോഴും നോക്കണം. നിങ്ങളിപ്പോൾ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരാണെങ്കിലും ഇനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളൊരു ട്രേഡ് എടുക്കുന്നതിന് മുമ്പ്, ബിഫോർ എ ട്രേഡ്, അതെൻ്റെ ചാനലിൻ്റെ നെയിം പോലെ തന്നെ ബിഫോർ ട്രേഡിങ്, നമ്മൾ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കാറുണ്ടോ എന്ന് നോക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കൺസിഡർ ബ്രേക്ക് ഔട്ട്സ് ഇൻ സെയിം ടൈം ഫ്രെയിം. അതായത് ഇപ്പോൾ പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം 1 hour അല്ലെങ്കിൽ 15 minutes നമ്മളൊരു പാറ്റേണോ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈനോ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും. അത് ഓക്കെ, അത് പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, ആ ഒരു 15 minute തന്നെ ഫോളോ ചെയ്യാതെ അതിലും ചെറിയ ടൈം ഫ്രെയിമായ 3 minute-ലും 5 minute-ലും വന്നിട്ട് നമ്മൾ ആ ഒരു ബ്രേക്ക് ഔട്ടിൽ നമ്മൾ ട്രേഡ് ചെയ്യും. അത് മോസ്റ്റ് ഓഫ് ദി ടൈംസ് നമുക്ക് ബാക്ക് ഫയർ ചെയ്യാറുണ്ട്. കാര്യം SL അടിക്കാറുണ്ട്. കാര്യം നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ ഒരു സപ്പോർട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്, അല്ലെങ്കിൽ ഏത് ടൈം ഫ്രെയിമിലാണോ നമ്മളൊരു ട്രെൻഡ് ലൈൻ ഐഡൻറ്റിഫൈ ചെയ്തത്, അല്ലെങ്കിൽ ഒരു ചാർട്ട് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്തത്, അതേ ടൈം ഫ്രെയിമിൽ നിന്നുകൊണ്ട് തന്നെ വേണം നമ്മൾ ബ്രേക്ക് ഔട്ടും നോക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഇവിടെ ഒരു ചാർട്ട് എടുത്തിട്ടുണ്ട്. ഞാനിത് 50 minute-ൻ്റെ ഒരു ചാർട്ടാണ്. സോ ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു റെസിസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട്. മാർക്കറ്റ് ഇതാ ഇവിടെ നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചു. മാർക്കറ്റ് ഇവിടെ ഒന്ന് ട്രൈ ചെയ്തു, ഇവിടെയും ട്രൈ ചെയ്തു, ഇവിടെയും ട്രൈ ചെയ്തു. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ട്രൈ ചെയ്തു, പക്ഷേ ആയിട്ടില്ല ബ്രേക്ക് ഔട്ട്. അപ്പം ഇവിടെയാണ് നമുക്ക് മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയത്. സോ അപ്പോൾ ഈ യെല്ലോ സോൺ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് എന്തായാലും ബ്രേക്ക് ഔട്ട് ഇല്ല. ഇൻഫാക്റ്റ് ഇതൊരു ബിയറിഷ് സിഗ്നലാണ്. ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ ക്യാൻഡിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ പഠിക്കുക, ഒന്നുകൂടെ കാണുക. മറന്നുപോയവർ ഒന്നുകൂടെ കാണുക, അറിയാവുന്നവരൊക്കെ. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയത്. ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റ് നല്ല രീതിക്ക് അപ്പ് സൈഡിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇതേ കാര്യം നമുക്ക് 5 minute എന്താ സംഭവിച്ചത് നോക്കാം. 5 minute ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത ഈ ഒരു യെല്ലോ സോൺ ഉണ്ടല്ലോ, ഈ ഒരു യെല്ലോ സോണിൻ്റെ ഈ ഒരു ക്യാൻഡിലാണ് 5 minute ഈ കാണുന്ന ഇത്രയും ക്യാൻഡിൽ. സോ ഇവിടെ എന്താ സംഭവിച്ചത്, മാർക്കറ്റിൽ ഇവിടെ നമുക്ക് 5 minute ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ്, നല്ല ഗുഡ് ഗ്രീൻ ക്യാൻഡിൽ തന്നെ, നമുക്ക് ഒന്നും പറയാനില്ല, നല്ലൊരു ക്യാൻഡിലാണ് വന്നേക്കുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു, നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ട്രേഡ്, ഇപ്പോൾ ഇത് ഗ്രീൻ ക്യാൻഡിൽ കണ്ടിട്ട് ഓക്കെ മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പം സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ നിയർ തന്നെയാണ് ക്ലോസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാമെന്ന് കരുതി നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, മാർക്കറ്റ് നമ്മുടെ SL അടിക്കും, നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് അടിക്കും. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ടല്ലോ മേളിലേക്ക് പോകുന്നത്. പക്ഷേ വാട്ട് ഇഫ് ഇത് മേളിലേക്ക് പോകാതെ തിരിച്ച് താഴേക്ക് വന്നിരുന്നെങ്കിൽ നമ്മൾ വെക്കാൻ പോകുന്ന ഏത് സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്യാനുള്ളൊരു നീക്കം മാർക്കറ്റ് നടത്തും. കാര്യം മാർക്കറ്റ് ഭ്രാന്തമായ നീക്കങ്ങൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. നമുക്ക് ഒരിക്കലും മാർക്കറ്റിനെ സുപ്രീം ചെയ്യാൻ നമുക്ക് പറ്റില്ല. സോ നമ്മുടെ എന്താണ് സംഭവിക്കുക, നമ്മൾ ടൈം ഫ്രെയിം നമ്മൾ 15 minute ഐഡൻറ്റിഫൈ ചെയ്തെങ്കിൽ 15 minute തന്നെ നമ്മൾ ബ്രേക്ക് ഔട്ട് നോക്കണം. 5 minute നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് നമുക്ക് ഓപ്പോസിറ്റ് മൂവ് നടത്തിയിട്ട് തിരിച്ച് കയറി പോകും. അപ്പോൾ നമ്മുടെ SL അടിച്ചിട്ട് മാർക്കറ്റ് ടാർഗറ്റിൽ പോകുന്നത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അതേപോലെ തന്നെ അടുത്ത വെയിറ്റ് ഫോർ ക്യാൻഡിൽ ക്ലോസ്. സോ അതാണ് ഇവിടെ വന്നിരിക്കുന്നത്, വെയിറ്റ് ഫോർ ക്യാൻഡിൽ ക്ലോസ്. നമുക്കിപ്പം ഇത് നല്ലൊരു എക്സാമ്പിളാണ് ക്യാൻഡിൽ ക്ലോസിൻ്റെ. ഞാൻ ഇത് പ്ലാൻ ചെയ്തതല്ല, അതിന് ശേഷം ഞാൻ ഇത് കണ്ട സമയത്ത് നിങ്ങൾക്ക് ഇത് എടുക്കണമെന്ന് ഞാൻ രണ്ടാമത് ആഡ് ചെയ്തതാണ് ഈ ഒരു സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. നമുക്കിവിടെ നല്ലൊരു ട്രെൻഡ് ലൈൻ കിട്ടിയിട്ടുണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് താഴേക്ക് വരികയാണ്. അപ്പോൾ ട്രെൻഡ് റിവേഴ്സലിനുള്ള നല്ല പോസിബിലിറ്റി ഉണ്ട്. നമ്മളൊരു അപ്പ് സൈഡിലേക്ക് ഒരു ട്രേഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം മാർക്കറ്റ് ഇതാ ഇവിടെ വരെ വന്നു, എന്നിട്ട് ഇവിടേക്ക് ഒരു ബ്രേക്ക് ഔട്ട് പോലെ കാണിച്ചു. അതായത് ഇവിടെ ക്യാൻഡിൽ ഇതൊരു ഏത് ടൈം ഫ്രെയിം ആണെങ്കിലും ഈ ക്യാൻഡിൽ ഇവിടെ വരെ എത്തി. അപ്പോൾ ഇതൊരു വലിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ക്ലോസിംഗ് ടൈമിൽ മാർക്കറ്റ് തിരിച്ച് നമ്മുടെ ട്രെൻഡ് ലൈൻ്റെ താഴെ തന്നെ വന്നു. സോ നെക്സ്റ്റ് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് നെക്സ്റ്റ് ഡേ ആണിത്, 4-ാം തീയതിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ 5-ാം തീയതി നമ്മുടെ ഈ ലൈൻ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ 5-ാം തീയതി മാർക്കറ്റിലേക്ക് വരുന്നു. രാവിലെ നോക്കുമ്പോൾ മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഓപ്പൺ ചെയ്ത മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു മേളിലേക്ക് പോയി ഇവിടെ വരെയും ക്യാൻഡിൽ വന്നിട്ടുണ്ട്. സോ നമ്മൾ എന്താ വിചാരിക്കുക, ബ്രേക്ക് ഔട്ട് സംഭവിച്ചു.
കാര്യം നമ്മുടെ ട്രെൻഡ് ലൈനിൽ നിന്നും മാർക്കറ്റ് ഏകദേശം ഇത്രയും പോയിൻറ്റ്സ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ബ്രേക്ക് ഔട്ടിനെ നമ്മൾ വിശ്വസിച്ച് നമ്മളിവിടെ ഒരു ട്രേഡ് എടുത്ത് എന്ത് സംഭവിക്കും, ആ ക്യാൻഡിൽ ക്ലോസ് ആവുന്ന സമയത്ത് മാർക്കറ്റ് നേരെ പോയിട്ട് നമ്മുടെ ട്രെൻഡ് ലൈനും താഴെയാണ് പോയി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ എന്താണ് നമുക്ക് പറയേണ്ടത്, ക്യാൻഡിൽ ക്ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാൻഡിൽ ക്ലോസ് കിട്ടാതെ ഒരിക്കലും ബ്രേക്ക് ഔട്ട് നമ്മൾ കൺസിഡർ ചെയ്യാനേ പാടില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ക്യാൻഡിൽ ക്ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാൻഡിൽ ക്ലോസ് ഇല്ലാതെ ഒരിക്കലും ബ്രേക്ക് ഔട്ട് കൺഫേം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ഇതുപോലെ മാർക്കറ്റ് നമ്മളെ SL അടിപ്പിക്കും. സോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റീടെസ്റ്റ് എൻട്രീസ് മിനിമൈസ് ദ റിസ്ക് ആൻഡ് മാക്സിമൈസ് ദ പ്രോഫിറ്റ്. സോ ഒരു ബ്രേക്ക് ഔട്ടിന് ഒരു റീടെസ്റ്റ് ഉണ്ടാവും. ഇന്ന് മാർക്കറ്റ് ഇപ്പോൾ നമുക്കിവിടെ റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അതിന് മാർക്കറ്റ് ഇതായി ഇവിടെ ഒരു നല്ല ഗ്രീൻ ക്യാൻഡിൽ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മാർക്കറ്റിൽ മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇനി അടുത്ത റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഈ ഒരു ലെവലിലാണല്ലോ. അപ്പോൾ മാർക്കറ്റിന് ഇത് ഇത്രയും മൂവ് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. പക്ഷേ മാർക്കറ്റ് എന്ത് സംഭവിക്കുന്നത്, മാർക്കറ്റ് നമ്മുടെ റെസിസ്റ്റൻസിൽ നിന്ന് ഇതാ ഇത്രയും പോയിന്റ് മേളിൽ പോയിട്ടാണ് ബ്രേക്ക് ഔട്ട് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ മേളിൽ ഇതാ ഇവിടുന്ന് പോയി എൻട്രി എടുക്കേണ്ട കാര്യമുണ്ടോ? കാര്യമില്ല. കാര്യം എന്താണ്, നമുക്ക് ഇനി ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എവിടെ നിന്നാണോ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തന്നത് ആ ബ്രേക്ക് ഔട്ടിലേക്ക് ഒരു വോളിയം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ലോ വോളിയം ആയിരിക്കണം. അതായത് ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ഉണ്ടായതിനേക്കാളും ചെറിയ ഒരു വോളിയത്തിൽ മാർക്കറ്റ് താഴേക്ക് വീണ്ടും ഈ ലെവലിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ എൻട്രി ഈ ലെവലിൽ നിന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിനെയാണ് നമുക്ക് റീടെസ്റ്റ് എൻട്രി എന്ന് പറയുന്നത്. സോ അവിടെ നമുക്കത് മേളിലൊരു ട്രെൻഡ് ലൈനിൽ കൂടെ നമുക്കത് നോക്കാവുന്നതാണ്. ഇതിന് ശേഷം നമുക്ക് ഈ ട്രെൻഡ് ലൈൻ നോക്കാം. ഈ ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് എന്ത് സംഭവിക്കുന്നത്, മേളിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഇതാ ഇവിടെ വരെ പോയി ഇവിടെ വന്ന് ക്ലോസ് ആയി. സോ ഇവിടുന്ന് ട്രേഡ് എടുക്കാതെ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് ഒരു റീടെസ്റ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് പ്രോഫിറ്റ് വളരെ കൂടുതലുമായിരിക്കും. സോ ഈ റീടെസ്റ്റിൽ നമുക്ക് എൻട്രി എടുക്കാം. അതിനുശേഷം മാർക്കറ്റ് മേളിലേക്ക് പോയിട്ട് തിരിച്ചും വീണ്ടും നമ്മുടെ ഈ ട്രെൻഡ് ലൈനിൽ തന്നെയാണ് വന്ന് റീടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെയൊക്കെ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പ് സൈഡിലേക്ക് ട്രേഡ് എടുക്കാനായിട്ട്. സോ ഇത് എടുത്തുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതായിരിക്കും. ഇവിടുന്ന് നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിലും നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ ബ്രേക്ക് ഔട്ട് എൻട്രി ഉണ്ടല്ലോ, ആ എൻട്രിയുടെ താഴെയല്ലേ പോയി സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുള്ളൂ. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഇവിടുന്ന് ആ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസിൽ കുറച്ചുകൂടെ കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. അപ്പം റീടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ തവണയും മാർക്കറ്റ് റീടെസ്റ്റ് തരണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ചില സമയത്ത് മാർക്കറ്റ് റീടെസ്റ്റ് തരാതെ അപ്സൈഡിലോട്ട് പോയിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി മാത്രമാണ്. അല്ലാതെ നമുക്ക് അവിടെ ഒരു നമ്മുടെ കയ്യിൽ നിന്നൊന്നും നമുക്ക് പോകാനില്ല. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി മിസ്സായെന്നേ ഉള്ളൂ. സോ ഇത് റീടെസ്റ്റിൽ എൻട്രി എടുക്കണോ ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കണോ എന്നുള്ളതെല്ലാം പ്യൂർലി ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആണ്. അല്ലാതെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുക, നിങ്ങൾക്ക് കുറച്ചും കൂടെ റിസ്ക് അപ്പറ്റൈറ്റ് അനുസരിച്ച് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അതേപോലെ ചെയ്യുക. റീടെസ്റ്റ് എൻട്രിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നതും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതും. സോ നമുക്ക് ലാസ്റ്റ് പോയിന്റ് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഓൾവേസ് ട്രേഡ് വിത്ത് സ്റ്റോപ്പ് ലോസ്. സോ അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. സ്റ്റോപ്പ് ലോസ് എന്നുള്ളത് ബോൾഡിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങനെയും ആകാം. നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ സൈസ് ചെയ്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. അതായത് നിങ്ങൾക്ക് കുറച്ച് പോയിൻറ്റ്സ്, അതായത് ഫിക്സഡ് പോയിൻറ്റ്സ് അല്ല, നിങ്ങൾക്ക് നമ്മളിപ്പോൾ എൻട്രി എടുക്കാം. നമ്മളിപ്പോൾ ബ്രേക്ക് ഔട്ട് ഓരോന്ന് കാണുന്ന സമയത്ത് നമ്മൾ അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എൻട്രിയും സ്റ്റോപ്പ് ലോസ് എവിടെയാണ്. അതാ ഈ ഒരു ബ്രേക്ക് ഔട്ടിലാണ്, നമ്മൾ ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ടിലാണ് എൻട്രി എങ്കിൽ ഈ ഒരു സ്വിങ്ങിൻ്റെ താഴെയായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരിക, ലോജിക്കൽ സ്റ്റോപ്പ് ലോസ്. അത് ഓരോ പേഴ്സൺ വെച്ചിട്ട് അത് ചേഞ്ച് ആകും. ചിലർ ഇതാണ്ട് ഈ ഒരു ഇതിൻ്റെയും താഴെ വെക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതാ ഇവിടെ SL അടിക്കാനുള്ള പ്രോബിലിറ്റി ഇല്ല. പകരം ഇവിടെ വെക്കുന്ന ആൾക്കാർക്ക് ഈ SL അടിച്ചിട്ടായിരിക്കും മാർക്കറ്റ് മേളിലേക്ക് പോവുക. ഇവിടെ വെക്കുന്നവർക്ക് SL അടിക്കുന്നില്ല. പക്ഷേ വൺസ് ഇവിടെ വന്നിട്ട് SL ഇവിടെ കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് മാർക്കറ്റ് ഇവിടെ വന്ന് വീണ്ടും താഴേക്കാന്ന് പോകുന്നതെങ്കിൽ അവർക്കുണ്ടാകുന്ന ലോസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ലോസ്, ഇത്രയും പോയിൻറ്റ്സ് ആയിരിക്കും അവരുടെ ലോസ്. പക്ഷേ ചെറിയ SL കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ SL പോയാലും കുഴപ്പമില്ല. അവർക്കിപ്പം നെക്സ്റ്റ് അവർ ഈ ഒരു ബ്രേക്ക് ഔട്ട് ഫൈൻഡ് ചെയ്ത് ഈ റീടെസ്റ്റിൽ നമ്മൾ മുമ്പേ അവിടെ പറഞ്ഞ പോലെ ബ്രേക്ക് ഔട്ട് വന്നു, അതൊരു ഗ്യാപ്പ് അപ്പ് ഈ ബ്രേക്ക് ഔട്ടായി തിരിച്ച് റീടെസ്റ്റ് വന്നു, ഇവിടുന്ന് എൻട്രി എടുക്കുന്ന ഒരാൾക്ക് ഈ ലോസിനെ നമുക്ക് ഇവിടെ കവർ ചെയ്യാൻ പറ്റും. സോ സ്റ്റോപ്പ് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് ഗ്യാംബ്ലിംഗ് ആയി പോകും. നമുക്കൊരു എൻട്രി ഫൗണ്ട് ഔട്ട് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുക എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ആണ്. കാരണം അത് നമുക്ക് ഓൾറെഡി പ്രീ ഡിറ്റർമൈൻഡ് ആക്കാം. എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാമെന്ന് നമുക്ക് പ്രീ ഡിറ്റർമൈൻഡ് ആക്കാം. പക്ഷേ ടാർഗറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് 10 പോയിൻറ്റ് ടാർഗറ്റ്, 20 പോയിൻറ്റ്, 100 പോയിൻറ്റ് വരെ, അതായത് 10 രൂപയുള്ള പ്രീമിയം ഒരു ഓപ്ഷൻ ചെയ്യുന്ന ആളാണ്. 10 രൂപയുള്ള പ്രീമിയം 100, 150, 200 പോയിട്ടുണ്ട്. പേഴ്സണലി ഞാൻ കണ്ടിട്ടുമുണ്ട്. സോ നമുക്ക് ടാർഗറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ 10 രൂപയ്ക്ക് എടുക്കുന്നതിന് 5 രൂപയാണ് സ്റ്റോപ്പ് ലോസ് എന്നത് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് സ്ട്രാറ്റജീസും BTSTയുടെ കുറച്ച് ട്രേഡിംഗ് സ്ട്രാറ്റജീസും നമുക്ക് നോക്കാവുന്നതാണ്. സോ ഈ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവരും അടുത്ത വീഡിയോ ഉറപ്പായിട്ടും കാണേണ്ടതാണ്. ശരി, താങ്ക് യു.